ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞണ്ട് കൊണ്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഞണ്ട് വറുത്തരച്ചും അതേപോലെ ഞണ്ട് റോസ്റ്റും ഒക്കെ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെയെങ്കിലും തേങ്ങ അരച്ച് ഞണ്ട് കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മളിവിടെ ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 കിലോ കൂടുതൽ അളവിലാണ് ഞണ്ട് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ ഞണ്ടാണ്, ഇത് ഒത്തിരി വലിയ ഞണ്ടല്ല. അതെല്ലാം നമ്മൾ നന്നായിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ പകുതി അളവിലായി മാറി ഈ ഞണ്ട്. അപ്പോൾ നമ്മൾക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പം തേങ്ങ ചിരണ്ടിയതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരപ്പ് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ഞണ്ടെല്ലാം കറിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും അതേപോലെ ഉപ്പും പിന്നീട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ അരപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ തേങ്ങ അരപ്പും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചാറോട് കൂടിയ കറിയല്ല, അല്പം മാത്രം വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ചാറായി പോയാൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ജാറൊന്ന് കഴുകി അത്രയും മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിൽ തിളച്ച് വറ്റി ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു താളിപ്പിൻ്റെ ആവശ്യം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടിയേ ഉള്ളൂ. നമ്മൾക്ക് ഈ താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഞണ്ട് കറി, തേങ്ങ അരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഞണ്ട് കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ. See you friends.